ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇലക്ട്രിക് ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻസുലേഷൻ ടാപ്പാണ്. ഇത് വെച്ച് നമുക്കിന്ന് വളരെ സിമ്പിളായി ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് കെട്ടുകമ്പിയുടെ പീസാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന കെട്ടുകമ്പിയിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ നിന്ന് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലൊരു പീസാണ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പിയുടെ പീസ് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ കമ്പിയുടെ പീസ് അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് കമ്പിയുടെ മുകളിലായിട്ട് ഒരു പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഈ ലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു കുഞ്ഞു പ്ലാന്റ് ആണ് ഇത് വെച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ അത് ഈ ലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിന്റെ തണ്ടിലും കൂടെ അതൊന്ന് ചുറ്റി കൊടുക്കണം. ഇപ്പൊ നമ്മൾ ആ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് വളരെ സിമ്പിളായി ഇതുപോലൊരു ഇല ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഇലകൾ കൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ കെട്ടുകമ്പിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിലും കൂടെ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കണം. ഇതിൽ മുഴുവനായും ചുറ്റിയെടുക്കുന്നില്ല, ഒരു മുക്കാൽ ഭാഗം വരെയാണ് നമ്മളിത് ചുറ്റിയെടുക്കുന്നത്. ഈ ഒരു കെട്ടുകമ്പിയുടെ പീസിലാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതാ ഇത്രയാണ് നമ്മൾ അതിൽ ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ പൂക്കൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ സ്ട്രോ ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പൂക്കൾ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ ഇലകളും കൂടെ ചേർത്ത് വെച്ച് ചെറിയൊരു അടപ്പിലേക്കൊക്കെ വെച്ച് കൊടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളതൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്തെടുത്തപ്പോൾ വീതി കൂടി പോയത് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് പൂക്കൾ നമുക്ക് ചെയ്ത് വെക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മളിവിടെ ഇത്രയും പൂക്കളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ തെർമോകോൾ ബാൾസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കമ്പിയിൽ ടാപ്പ് ചുറ്റി കൊടുക്കാത്ത ഭാഗത്ത് ആദ്യം ഒരു തെർമോകോൾ ബാൾസ് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് എവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. വീണ്ടും അതിന് മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഫ്ലവർ നമ്മൾ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫ്ലവറിന്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം തെർമോകോൾ ബാൾസ് വീണ്ടും കോർത്തെടുക്കാം. ഇതുപോലെ നമുക്ക് കമ്പിയിൽ മുഴുവനായിട്ടും വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായി ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു തെർമോകോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളായി നമ്മൾ പേപ്പർ സ്ട്രോ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ ആണ്. ഇനി നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മളൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഇലകളും ഒന്ന് വളച്ചെടുത്തതിന് ശേഷം നമുക്കതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം. ഇലകളിൽ നമുക്ക് പെയിന്റ് ഒക്കെ വെച്ച് വെയിൻസ് ഒക്കെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇതുപോലെ വെക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറും എല്ലാ ഇലകളും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. ഫ്ലവർ ഇല്ലാതെ ഇതുപോലെ ഇലകൾ മാത്രം ചെയ്തെടുത്ത് വെച്ചാലും മതി. അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറിന്റെ തണ്ടിന് കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇവിടെ ആയിട്ട് ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇലകളൊന്നും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഇലകളെല്ലാം ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു പ്ലാന്റ് ആണ് അത് വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഈ ഒരു അടപ്പിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിന്റെ പീസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അടപ്പിനകത്ത് തെർമോക്കോളിന്റെ പീസൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്കതിന്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞു പ്ലാന്റ് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് വെച്ച് നോക്കാം. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ അടപ്പിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ടൊന്ന് പെയിന്റ് കൊടുത്തെടുക്കുന്നുണ്ട്. തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് പെയിന്റും കൂടി കൊടുത്തെടുത്താൽ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ ഇതുപോലെ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തു. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇലകളിൽ വെയിൻസ് ഒക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. നമ്മളതിൽ പെയിന്റ് ഒന്നും കൊടുത്തെടുക്കുന്നില്ല. വളരെ സിമ്പിളായി നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.